അടുത്ത കാഴ്ചയിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് റോഷിപാലിലേക്ക് ഒന്ന് പോകാം. ഒരു മാലിന്യ മലയുടെ ഓരത്തായിരുന്നു റോഷിപാൽ നേരത്തെ നിന്നിരുന്നത്. റോഷിപാൽ പല മോഡലുകളെ കുറിച്ച് റോഷിപാലിന് അറിയാമല്ലോ. തുമ്പൂർ മൊഴി മോഡൽ, അത് ആലപ്പുഴയിൽ വെറ്റിനറി സർവകലാശാലയിലെ ഡോക്ടർ ഫ്രാൻസിസ് സേവ്യർ കൊണ്ടുവന്ന ഒരു വിപ്ലവകരമായ മാറ്റമാണ്. വായുവും കരിയിലയും സൂക്ഷ്മാണുവും ഇത് മാത്രം മതി മാലിന്യം സംസ്കരിക്കുന്നതിന്. അങ്ങനെ ഒരു തുമ്പൂർ മൊഴി എന്ന ഒരു മോഡൽ മുന്നിലുണ്ട്. അത് നടപ്പാക്കുന്നതിന് മറ്റ് ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ പദ്ധതികളൊന്നും ആവിഷ്കരിക്കുന്നതല്ലാതെ അങ്ങോട്ട് അത് പ്രാവർത്തികമാക്കുന്നതിലേക്ക് ഒരു ആർജവം കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് റോഷിപാൽ? എല്ലാവർക്കും കയ്യടിയും ഫ്ലക്സും മതിയോ? കാര്യമൊന്നും ചെയ്യണ്ടേ? സുജയ, ഞാൻ നേരത്തെ ടി വി പ്രസാദ് ഞാനും ഒരേ ഇടത്താണ്. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്താണ്. ഒന്ന്, ഈ മാലിന്യ മല, ഇതിൽ എന്തൊക്കെ മാലിന്യമുണ്ടെന്ന് നമുക്കൊന്ന് നോക്കേണ്ടതാണ്. കാരണം ഇത് ഓരോ ഭക്ഷ്യവസ്തുക്കൾ, പുട്ടുപൊടിയുടെ പാക്കറ്റ്, അതായത് കൃത്യമായി ഫ്ലാറ്റുകളിൽ നിന്നും അവിടെ ഉപയോഗിച്ച മാലിന്യങ്ങൾ ഓരോന്നായി ഇങ്ങോട്ടേക്ക് വരുന്നു എന്നുള്ളതാണ്. വീടുകളിൽ നിന്ന് കെട്ടി കൃത്യമായി കവറുകളിലാക്കി മാലിന്യങ്ങൾ നേരെ തൊട്ടടുത്തുള്ള മാലിന്യ കൂമ്പാരത്തിലേക്ക്, വസ്ത്രങ്ങളുണ്ട്, ഇങ്ങനെ തുടങ്ങിയ മനുഷ്യർ ഉപയോഗിച്ച തള്ളിയ, അവർക്ക് ആവശ്യമില്ലാത്ത, അവരുടെ പാർപ്പിടയിടങ്ങളിൽ ആവശ്യമില്ലാത്ത എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ഇങ്ങോട്ടേക്ക് തള്ളുക എന്നുള്ളതാണ്. ഇത് നേരത്തെ നമ്മൾ അതിൻ്റെ കൃത്യമായ വാർത്ത നൽകിയതാണ്. ആമയിഴഞ്ചാൻ തോടായാലും പാർവതി പുത്തനാറായാലും ഒരു കാലത്ത് നഗരത്തിലെ തെളിനീരൊഴുകുന്ന ഇടമായിരുന്നു, ജലസ്രോതസ്സായിരുന്നു. അത് മുഴുവൻ മാറി. ഈ കാണുന്ന മാലിന്യം ഒരു ഉദാഹരണം മാത്രമാണ്. ഇത് വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നതല്ല. ഇത് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ കോരിയെടുത്തതാണ്. ഇതുപോലെയുള്ള മലകൾ, മാലിന്യ മലകൾ ഇവിടെ ഇങ്ങനെ രൂപപ്പെടും. അത് സ്വകാര്യ ഏജൻസികൾ മാറ്റും. നേരത്തെ നമ്മുടെ ഇതിൻ്റെ ലൈവത്തോൻ്റെ ഭാഗമായി പ്രതികരിച്ച പ്രേക്ഷകൻ പറഞ്ഞതുപോലെ ശക്തമായ നിയമങ്ങളുണ്ട് ഇവിടെ. 5000 രൂപ മുതൽ ഏതാണ്ട് 20,000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതുപോലെ മാലിന്യങ്ങൾ തെരുവോ അല്ലെങ്കിൽ പൊതു ഇടങ്ങളിൽ ആളുകൾ ഉപേക്ഷിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ നിയമം കൃത്യമായി ഉപയോഗിക്കാത്തതിൻ്റെ കാരണമാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് ഉദ്യോഗസ്ഥന്മാർ നിയമമുണ്ടായിട്ടും ആ നിയമം ഉപയോഗിക്കാത്തത്? ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാർ കീഴ്പ്പെടുന്നത്? അതുവഴി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് അവർക്ക് നേട്ടമുണ്ടാകുന്നത് എന്ന് പരിശോധിക്കണം. ഇതിൻ്റെ മുഴുവൻ ദുരിതവും അനുഭവിക്കുന്നത് നഗരത്തിലെ പാവങ്ങളാണ്, സാധാരണക്കാരാണ്. കാരണം ഈ ഫ്ലാറ്റുകൾ ഏതാണ്ട് മെഡിക്കൽ കോളേജ് പരിസരത്തുനിന്ന് തുടങ്ങുന്നതാണ് ഇതിലേക്ക് മാലിന്യം ഒഴുക്കുന്നത്. അവിടെയുള്ള പാർപ്പിട സമുച്ചയങ്ങളായാലും അവിടെയുള്ള ഹോട്ടലുകളായാലും വ്യാപാര സമുച്ചയങ്ങളായാലും എല്ലാവരും ഈ മണ്ണിനടിയിലൂടെ വലിയ പൈപ്പ് നേരെ ഒന്നിലധികം പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യം. റോഷിപാൽ, ഈ മാലിന്യ മല അത് തോണ്ടി ഇളക്കി കാണിച്ചു കൊടുത്തപ്പോൾ ചോദിച്ച ചില ചോദ്യങ്ങളാണ്. മാറി മാറി വരുന്ന ഭരണാധികാരികൾ സ്വയം സമ്പാദിക്കാൻ നോക്കുമോ അതോ നാടിനെ സംരക്ഷിക്കാൻ നോക്കുമോ എന്ന് ചോദിക്കുന്നു AKTVM എന്ന ID. ഇതിപ്പോൾ ജോയി എന്നയാൾ മരിച്ചത് കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലടക്കം പോയി നോക്കണം എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് വരികയാണ്. അതുപോലെ തന്നെ ഒരു അനു എന്ന പ്രേക്ഷക പറയുന്നു, ഏറ്റവും കൂടുതൽ തള്ളുന്ന മാലിന്യം ഡയപ്പറാണ്, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അതെടുക്കാൻ ആരും തന്നെ വരുന്നില്ല. എന്നെ പോലെ ദുരിതത്തിൽ ഒരുപാട് ആളുകളുണ്ട്, ഇതിലൊന്ന് ഇടപെടണം. നോക്കൂ റോഷിപാൽ, ആ മാലിന്യ മലയൊന്ന് തോണ്ടി നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുഞ്ഞുങ്ങളുടെ ഡയപ്പർ മുതൽ സാനിറ്ററി നാപ്കിൻ വരെയുള്ള മാലിന്യം ഉണ്ടാകും. അതെല്ലാം കൃത്യമായി സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങളുണ്ട്, കത്തിച്ചു കളയുന്നതിനുള്ള ഇൻസിനറേറ്ററുകളുണ്ട്. പക്ഷേ അതൊന്നും കൃത്യമായി പ്രയോഗത്തിൽ കൊണ്ടുവരാതെ എല്ലാ മാലിന്യവും ഒരേപോലെ ജൈവ അജൈവ മാലിന്യ സംസ്കരണം എന്നൊക്കെ പറയുന്നത് പേരിൽ മാത്രമേ അപ്പോഴുള്ളൂ റോഷിപാൽ. സുജയ, ഈ മാലിന്യ മലയിൽ നിന്നും നമ്മൾ അത് പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തില്ലാത്ത മാലിന്യങ്ങളില്ല. ഇത് പ്ലാസ്റ്റിക് കവറുകൾ. ഇതിൽ ഏറ്റവും സങ്കടകരമായ കാഴ്ച, ഈ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയാണ് ഓരോ ഇടത്തുനിന്നും മാലിന്യം ഇതിലേക്ക് ഉപേക്ഷിക്കുന്നത്. അങ്ങനെ ഉപേക്ഷിക്കുന്ന മാലിന്യങ്ങൾ അത് ആ പ്ലാസ്റ്റിക് ചാക്കായാലും കവറായാലും അത് എടുത്ത് പരിശോധിച്ച് അതിനകത്ത് എവിടെ നിന്നാണ് ഈ മാലിന്യം ഉപേക്ഷിച്ചതെന്ന് കണ്ടെത്താൻ ഒരു പക്ഷേ കഴിയും. സാധാരണ മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മാലിന്യം പിടിക്കുമ്പോൾ അതിന് ഉപേക്ഷിച്ചവരെ, പൊതുയിടങ്ങളിൽ മാലിന്യം ഉപേക്ഷിച്ചവർക്കെതിരെ ഈ തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥന്മാർ നടപടി സ്വീകരിക്കുന്നത് ഈ മാലിന്യ കെട്ടിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും സൂചനകൾ വഴിയാണ്. ആ തരത്തിലുള്ള ഒരു പരിശോധന
തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ടാകുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അതുതന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പ്രധാന കാരണവും. കാരണം കെട്ടുകണക്കിന് മാലിന്യങ്ങൾ ചാക്കിൽ കെട്ടി ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഉപേക്ഷിച്ച് അത് നേരെ പാർവതി പുത്തനാറിലേക്ക് ചെന്നെത്തുന്നു, അത് കടലിലേക്ക് പോകുന്നു. ഇത് എത്ര വർഷമായി ഈ നഗരം അനുഭവിക്കുന്നു. കൃത്യമായ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് ഇല്ല. മറ്റൊന്ന്, ഇതൊക്കെ പരിശോധിക്കാൻ, പൊതു ഇടത്തിൽ മാലിന്യം ഉപേക്ഷിക്കുന്നത് പരിശോധിക്കാൻ ഒരു സംവിധാനമില്ല. എല്ലാത്തിനും നഗരവാസികളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം നഗരവാസികളിൽ ചിലർ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടെത്തി അവർക്ക് തക്ക ശിക്ഷ നൽകാനുള്ള നിയമം തദ്ദേശ സ്വയംഭരണ വകുപ്പിനുണ്ട്. ആ നിയമം തീർച്ചയായും നിയമങ്ങൾ കൃത്യമായി നടപ്പാക്കുക എന്നതാണ്. ഞാനൊന്ന് ടി വി പ്രസാദിലേക്ക് കൂടി പോവുകയാണ്. ചവറിടുന്നത് ആളുകളുടെ അവകാശവും വാരി മാറ്റുന്നത് സർക്കാരിന്റെ പണിയുമെന്ന് വിജയകുമാർ ജയൻ പറയുന്നു. ചവറ് കൊണ്ടുപോയി ഇടുന്നത്, മാലിന്യം വലിച്ചെറിയുന്നത് നമ്മുടെ പണിയല്ല, അത് നമ്മുടെ നിരുത്തരവാദപരമായ സമീപനമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യം, നമ്മൾ കഴിച്ച ഭക്ഷണത്തിന്റെ അവശിഷ്ടം, നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഡയപ്പറും സാനിറ്ററി നാപ്കിനും അതൊക്കെ കൃത്യമായി സംസ്കരിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം നമ്മൾ കൂടി ഏറ്റെടുത്താലേ നാട് നന്നാകൂ. അല്ലാതെ എല്ലാം സർക്കാരിന്റെയും റെയിൽവേയുടെയും തലയിലിട്ടിട്ട് മാറി നിൽക്കേണ്ടവരല്ല നമ്മൾ. കൂട്ടുത്തരവാദിത്തത്തോടെ ഇതൊക്കെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ലൈവത്തോണിലൂടെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന